ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടെ ബഹ്റൈനിൽ സീനിയർ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന റോജി ചേട്ടനാണ്. അപ്പോൾ ഒത്തിരി പേര് മുന്നേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഷെഫിനോടൊക്കെ ചോദിച്ച് അതിൻ്റെ ടിപ്സൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ ഒരു പാസ്തയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച പാസ്ത അതുപോലെ തന്നെ ചീസ് ഏതാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഏത് ബ്രാൻഡാണ് ഏറ്റവും നല്ലത് ഉള്ളതെന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിയാൽ മതി. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലൈക്കൺ കൂടി കാണാം. അപ്പോൾ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ പാസ്ത റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ പാസ്ത നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒന്ന് പാകം നോക്കുക. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഒന്ന് വെന്ത് കുഴഞ്ഞൊരു പാകത്തിലാകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പാസ്തയൊക്കെ കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാകം നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സ്പൂണിലെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഓവർ കുക്ക് ചെയ്യാതിരിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് പാസ്തയൊന്ന് മാറ്റി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് വെക്കാം. അതിനുശേഷം ഒരു പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി, ഞാൻ ഒരു വലിയ വെളുത്തുള്ളി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി ഉപയോഗിച്ച് ചെയ്യാം, അതുപോലെ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഐറ്റംസ് ഏതെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒക്കെ മതി. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരും. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി നേരം നമ്മളങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പാത്രത്തിനകത്തൊന്ന് മാറ്റാം. പച്ചക്കറികളൊക്കെ മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. ഒത്തിരി ഹൈ ആക്കി ഇടരുത്, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഈ മൈദ ശരിക്കും ഈ ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണക്കെ അങ്ങ് മാറി കിട്ടണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മൈദയും ബട്ടറൊക്കെ ആയിട്ട് മിക്സായിട്ട് ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മൈദ ശരിക്കൊന്ന് കട്ട പിടിക്കാത്ത രീതിയിൽ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറച്ചായി ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയും പാലൊക്കെ ആയിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്താൽ മതി ലാസ്റ്റ് ഒന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം.
ഇനി ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ കുരുമുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മുടെ വൈറ്റ് സോസ് ഒക്കെ നല്ല കറക്റ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് വൈറ്റ് സോസുമായിട്ട് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് പാലും ഒരു 1/2 കപ്പിനടുത്ത് ഫ്രഷ് ക്രീമുമാണ്, അതായത് നമ്മുടെ കുക്കിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ പാസ്ത. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിൽ മാത്രം, അതായത് കുക്കിംഗ് ക്രീമിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. പാല് മാത്രമാണെങ്കിൽ പാല് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 കപ്പ് പാലും അതുപോലെ തന്നെ ഒരു 1/2 കപ്പിനടുത്ത് കുക്കിംഗ് ക്രീമുമാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ട് വൈറ്റ് സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വൈറ്റ് സോസുമായിട്ട് പാസ്ത മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.